ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, ഇന്ന് കിപ്പിപ്തോ ഞായറാഴ്ച, കൂനിയ സ്ത്രീക്ക് സൗഖ്യം ലഭിച്ച ഞായറാഴ്ച. ഇന്നത്തെ വേദവായന ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ആ സ്ത്രീയെ കണ്ട് അവളെ വിളിച്ച് അവളെ സ്പർശിച്ച് അവൾക്ക് സൗഖ്യം നൽകുന്ന ഒരു രംഗമാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ 18 വർഷമായി ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ, കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുവാൻ കഴിയാതിരുന്ന ഒരു പാവ സ്ത്രീ, സ്വർഗത്തിലേക്ക് നോക്കുവാൻ കഴിയാതെ ഭൂമിയിലേക്ക് കണ്ണുകൾ പതിക്കുവാൻ നിർബന്ധിതരായ ഒരു സ്ത്രീ. ഇവർ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. പുറത്ത് വലിയ കൂനുള്ളതുകൊണ്ട് നിവരുവാൻ കഴിയാതെ താഴേക്ക് നോക്കുന്ന ഒരു സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നത് നാമും ഇതുപോലെ താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണോ എന്നുള്ള വലിയ പാഠമാണ്. എന്നുവെച്ചാൽ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം വ്യാപൃതരായിട്ട് മുന്നോട്ട് പോകുന്നവരാണോ നാം എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. രണ്ടാമതായിട്ട്, ഈ സ്ത്രീക്ക് കൂനുണ്ടായിരുന്നിട്ടും വിലക്കുകളുണ്ടായിരുന്നിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും അവർ ശബത്തിൽ അവരുടെ പള്ളിയിൽ, അതായത് സിനഗോഗിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന പതിവുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. നമുക്ക് പള്ളിയിൽ പോകാൻ, ആരാധന സംബന്ധിക്കുവാൻ ഒരുപാട് എക്സ്ക്യൂസുകൾ നാം പറയാറില്ലേ? നിസ്സാരമാണെങ്കിലും അത് പർവ്വതീകരിച്ചുകൊണ്ട് ആ കാരണം പറഞ്ഞ് നാം ആരാധന വിട്ടു നിൽക്കാറില്ലേ? ഈ സ്ത്രീയെ കണ്ടുപഠിക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും എൻ്റെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഞാൻ പോകും എന്ന ചിന്തയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. 122-ാം സംഗീതത്തിൽ പറയുന്ന പോലെ, യേശുവിലേക്ക് പോകാം എന്നവരോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് പറയുന്ന രീതിയിൽ നമുക്കും ആരാധനാലയത്തിൽ പോകുന്നത് സന്തോഷമായി കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. മൂന്നാമതായിട്ട്, നമുക്ക് ഇവിടെ 2 തരം ആളുകളെ കാണുവാൻ സാധിക്കുകയാണ്. ഏതാണ്ട് 2 തരം ആളുകൾ. ഒന്ന്, കൂനിയ സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചപ്പോൾ സന്തോഷിക്കുന്ന ആ സ്ത്രീയും അതോടൊപ്പം തന്നെ ആ സൗഖ്യദാന ശുശ്രൂഷ കണ്ട് ദൈവത്തെ പുകഴ്ത്തിയ ഒരു വിഭാഗവും അവിടെ കാണുവാൻ സാധിക്കുന്നു. അതേസമയം ഈ സൗഖ്യദാന ശുശ്രൂഷയിൽ അസൂയ പൂണ്ടുകൊണ്ട് പുറത്തേക്ക് കൂനില്ലെങ്കിലും അകത്തെ കൂന് അഴിയാത്ത കുറേ ലീഡേഴ്സ് അവിടെ ഉള്ളതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഈ 2 വിഭാഗത്തിൽ നാം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്ക് സത്യത്തിൽ ഉള്ളിൽ കൂനുണ്ടോ അതോ പുറത്താണോ നമ്മുടെ കൂന്? അടുത്തതായി നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്, നാം മറ്റുള്ളവരോട് എങ്ങനെയാണ്, അവരെക്കുറിച്ച് നാം കരുതുള്ളവരാണോ അതോ ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്, അന്ന് എൻ്റെ കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലാണോ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നാം പലപ്പോഴും നമ്മുടെ കാര്യത്തിൽ മാത്രം വ്യാപൃതരായിക്കൊണ്ട് നമ്മുടെ അയൽപ്പക്കക്കാരെ, നമ്മുടെ അയൽക്കാരെ, നമ്മുടെ സഹോദരങ്ങളെ, അവർക്കും ചില പ്രയാസങ്ങളുണ്ട്, ചില ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ചെന്ന് കാണുവാൻ നമുക്ക് സമയം പലപ്പോഴും ഉണ്ടാകാറില്ല. നമ്മുടെ കാര്യത്തിൽ മാത്രം വ്യാപൃതരായി മുന്നോട്ട് പോകുന്ന ആ രീതിയിൽ നിന്ന് അല്പസമയം ദൈവത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അടുത്തതായി നാം ചിന്തിക്കുന്നത്, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുന്ന അവസരത്തിൽ നാം പലപ്പോഴും സൈലൻ്റായി കാര്യങ്ങളോട് മുന്നോട്ട് പോകുന്ന രീതിയുണ്ട്. മറ്റുള്ളവരെ കുറ്റം പറയുവാൻ അവസരം ലഭിക്കുമ്പോഴും സാധിക്കുമെങ്കിൽ സൈലൻ്റായിരിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവർ കുറ്റം വിധിക്കുവാനായിട്ടല്ല, അവരിൽ നല്ല കാര്യം വല്ലതുണ്ടെങ്കിൽ അതുമാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒന്ന് പരിശീലിക്കുന്നത് നല്ലതല്ലേ? അവരിലെ അപാകതയുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ രഹസ്യമായി അവരോട് ക്രിയേറ്റീവായി അതേക്കുറിച്ച് സംസാരിക്കാം. അതല്ലാതെ അവരുടെ തെറ്റുകൾ പർവ്വതീകരിച്ച് അത് വലുതാക്കി കാണിക്കുവാനായിട്ടല്ല നാം ശ്രമിക്കേണ്ടത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ജീവിതത്തിൽ പല പല അവസരങ്ങളിലും നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ,
കൃത്യമായി സാധിക്കാതെ വരുന്ന അവസരത്തിൽ അവരും ഇവരും പറയുന്ന കേട്ടതുകൊണ്ട് അത് നാം വിശ്വസിച്ച് അത് മറ്റുള്ളവരിലേക്ക് ഒരു പരദൂഷണമായി കൊണ്ടെത്തിക്കുന്നതിനേക്കാൾ നല്ലത് ഒരുപക്ഷെ സൈലൻസ് അല്ലേ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ മറ്റുള്ളവരെ പുകഴ്ത്തുവാനും മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരോട് കരുതുവാനും തക്കവണ്ണം ഇടയായിത്തീരുന്നത് നല്ലതാണ്. ഒടുവിലായി എനിക്ക് പറയാനായിട്ടുള്ളത്, ഇവിടെ ഈ കർത്താവ് സൗഖ്യം ലഭിച്ച ശേഷം അവരോട് പറയുന്ന ഒരു വാചകമുണ്ട്. നിങ്ങളുടെ ഒരു കഴുതയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം ഒരു മനുഷ്യന് നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ കഴുതിക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും ഒരു മനുഷ്യന് കൊടുക്കാത്ത ഒരു സമൂഹം ഇന്ന് ചിലപ്പോഴൊക്കെ താഴ്ന്നു പോകുന്നില്ലേ എന്ന് വർത്തമാനകാല കാര്യങ്ങൾ നമ്മെ ഒന്ന് ചിന്തിപ്പിക്കേണ്ടതാണ്. ജീവിതത്തിൽ കർത്താവ് നൽകുന്ന നന്മകൾ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും സാധിക്കുമെങ്കിൽ അത് മറ്റുള്ളവരേക്ക് പകരുവാനും നാം പരിശ്രമിക്കണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങളിലേക്ക് കണ്ണുനട്ട് നമ്മുടെ ഇംപെർഫെക്ഷൻസ്, നമ്മുടെ പോരായ്മകൾ നികത്തി തരുന്ന കർത്താവിനെ ശരണമാക്കി നമ്മുടെ നോമ്പുകാലം ധന്യമാക്കുവാൻ തക്കവണ്ണം നമുക്കും നമ്മോട് കൂടെയുള്ളവർക്കും ഒരു വ്യതിയാനം, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ കൂടുതലായി ശക്തീകരിക്കുമാറാകട്ടെ.